നമുക്ക് ഈശോ നൽകുന്ന ഇന്നത്തെ തിരുവചന ഭാഗത്തില് പ്രത്യേകമായിട്ട് ദാനിയേലിനോട് ദൈവത്തിന് അനുകമ്പ തോന്നി എന്ന് പറയുന്ന ഒരു വചന ഭാഗമാണ്. ഏത് നമുക്കറിയാലോ, ദൈവം നമ്മളോട് ദൈവം ആഗ്രഹിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തികള് ആ സമയത്ത് നടക്കുള്ളൂ എന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ? കേൾക്കാവോ? ദാനിയേൽ 1:9. ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. എവിടെയാണ്? 1-ാമത്തെ അധ്യായത്തിലാണ്. അതായത് ഈ ദാനിയേലും കൂട്ടുകാരും രാജകൊട്ടാരത്തില് പ്രവേശിക്കുകയാണ്. എങ്ങനെ പ്രവേശിക്കുന്നു? കർത്താവ് യൂദാ രാജാവായ യെഹോയാക്കീമിനെ അവന് ഏൽപ്പിച്ചു കൊടുത്തു ദേവാലയത്തിലെ പാത്രങ്ങളും ചിലതും. അതായത് നബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇസ്രായേൽ ജനങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലം. ഇസ്രായേൽ ജനങ്ങളെ മുഴുവനും നബൂഖദ്നേസർ രാജാവ് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ അവിടെ ഇവിടെ അവർക്ക് ആവശ്യമായ ഒരുപാട് സേവകര് വേണമായിരുന്നു. അപ്പൊ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ ഇങ്ങനെ പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ പറയും, ഷണ്ഡന്മാരുടെ നായകനായ അഷ്പേസിനോട് രാജാവ് കൽപ്പിച്ചു, രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക. അവർ കുറ്റമറ്റവരും സുമുഖരും വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരും ആയ യുവാക്കളായിരിക്കണം. കൽദായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം. വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിന്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിന്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിനും രാജാവ് നിർദ്ദേശിച്ചു. അപ്രകാരം 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം അവർ രാജസേവനത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നു. 3 വർഷത്തെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ വേണ്ട വിധത്തില് രാജാവ് ഉപയോഗിക്കുക. അതായത് നബൂഖദ്നേസറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അടിമകളായി നിൽക്കുന്ന ഇത്രയും വിശിഷ്ടമായ 4 പേരെ ദൈവം അവിടെ നബൂഖദ്നേസറിന്റെ സേവകരായി ഉപയോഗിക്കാനായിട്ട് ഇടയാക്കണേ. അപ്പോ അങ്ങനെ ദാനിയേലിനെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവരായിരുന്നു ചേർന്നത്. ദാനിയേലിനെ ബെൽത്തഷസാർ എന്നും, ഹനനിയായെ ഷദ്രാക്ക് എന്നും, മിഷായേലിനെ മെഷാക്ക് എന്നും, അസറിയായെ അബേദ്നെഗോ എന്നും വിളിച്ചു. ഇവിടെ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചിരുന്നു. കാരണം എന്താ? രാജാവിന്റെ ഭക്ഷണ മേശയിൽ നിന്ന് അറിയാലോ, അവരുടെ പ്രൗഢഗംഭീരമായ ജീവിതത്തിൽ മോശമായതും അവർക്കിഷ്ടമുള്ളതും നമുക്ക് കഴിക്കാൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ ലംഘിക്കേണ്ടി വരും. അപ്പൊ ദാനിയേലിന്റെ ശുദ്ധാത്മാവ് മലിനമാകാൻ സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് ദാനിയേൽ പറയുന്നു, മലിനമാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഷണ്ഡന്മാരോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ദാനിയേലിനോട് ഇങ്ങനെയൊക്കെ അതായത് രാജാവിന്റെ കൽപ്പനയാണ്. രാജാവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഉടനെ ജീവൻ നഷ്ടപ്പെടും, അപ്പൊ തന്നെ തട്ടിക്കളയും. അപ്പോ ഇത് സംഭവിക്കുക എന്നുള്ളത്, ആ ഒരു അനുവാദം കൊടുക്കുക എന്നുള്ളത് എന്താണ്? ദൈവത്തിന്റെ സഹായം വേണം. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചേക്കണത് ലംഘിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഷണ്ഡനെയാണോ അല്ലെങ്കിൽ ആരെ ഏൽപ്പിച്ചാലും അത് എന്ത് വില കൊടുത്തത് നിറവേറ്റണം എന്നുള്ളതാണ്. പക്ഷെ ആ രാജകൽപ്പന നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഷണ്ഡനോട് പറയാണ്, ഞങ്ങൾക്ക് രാജകീയ ഭക്ഷണമൊന്നും വേണ്ട. അങ്ങനെയാണ് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് നമ്മള് സഭയിൽ ഇന്ന് പ്രചാരത്തില് 21 ദിവസം ദൈവത്തിന്റെ മുന്നില് വലിയ വില കൊടുത്ത് നേടിയെടുക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഈ ദാനിയേലിന്റെ വിശുദ്ധ ജീവിതത്തിൽ കൂടി പഠിച്ച ഒരു കാര്യങ്ങളാ, അനുഗ്രഹങ്ങളാ, കൃപകളാ. അങ്ങനെ ദാനിയേലിനോട്
ഷണ്ടന് അനുകമ്പയും പ്രീതിയും തോന്നാൻ ദൈവം ഇടയാകുന്നു. അവൻ ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിലുള്ള മറ്റുള്ള യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ചിരുന്ന എന്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയായാൽ രാജസമക്ഷം എന്റെ ജീവൻ നീ അപകടത്തിലാകും. അപ്പോ ഈ വിഭവസമൃദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല ഫുഡ്, രാജാവിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡാണ്. അതിന്റെ പങ്കാണ് അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം രാജസേവകരാണ്. അപ്പോ അടിമകളാണെങ്കിലും അവർക്ക് ആവശ്യമായ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് തന്നെയാണ് അവരെ നിലനിർത്താൻ രാജാവ് ആഗ്രഹിച്ചത്. അപ്പൊ അതനുസരിച്ച് തന്നെ ചെയ്യണം. പക്ഷെ അതില് ആ ഭക്ഷണമേശയിൽ നിന്നും മലിനമാകാതിരിക്കാൻ ആത്മാവും ശരീരവും വിശുദ്ധിയോടെ നിലകൊള്ളാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ ഇവിടെയൊക്കെ ഇത്രയും നമുക്കറിയാലോ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതയാത്രകളിൽ എന്നോട് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു വ്യക്തി, അതായത് ഈ തമിഴ് സിനിമയിലുള്ള ഒരു, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ, ആ പുള്ളിയുടെ പുള്ളിക്ക് ഒരു ഓഫർ വന്നു, 2 കോടിയോ 4 കോടിയോ ഓഫർ വന്നു ഒരു കാര്യം ചെയ്യാനായിട്ട്. അതായത് അയാൾ വിശ്വസിക്കുന്ന ദൈവത്തിനെതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പരസ്യമോ അങ്ങനെ എന്തോ ഒരു കാര്യം ആണ് പറഞ്ഞത്. അപ്പോ ആ ഒരു കാര്യം നിഷേധിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. അത് പബ്ലിക്കായിട്ട് അയാള് അത് നിലകൊണ്ടു. അപ്പോ സമൂഹത്തിൽ അയാളൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വാർത്ത എല്ലായിടത്തും എത്തി. അപ്പൊ എനിക്ക് യൂട്യൂബിൽ എവിടെയോ എന്നൊരു പോസ്റ്റർ കിട്ടി. ഞാനത് ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ എന്റെ സ്റ്റാറ്റസിന് ഇട്ടു കഴിഞ്ഞപ്പോഴേക്കും അതില് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഇത്രയും കോടി കാശ് ആ വ്യക്തി വെറുതെ നിഷേധിച്ചില്ല, ആ കാശിനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നു, എന്തെല്ലാം സഹായം ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ. അപ്പൊ ശരിക്കും പറഞ്ഞ ആ 2 കോടി വിലമതിക്കാൻ നമുക്കറിയാല്ലേ, പാപത്തിന്റെ സമ്പത്ത് പാപത്തിന്റെ ഫലമേ പുറപ്പെടുവിക്കുള്ളൂ, അല്ലേ? ആണോ? കേൾക്കാവോ? പാപത്തിന്റെ, അതായത് ആഘോർ എന്ന് പറയുന്ന മനുഷ്യൻ എടുക്കാൻ പാടില്ലാത്ത വസ്തു എടുത്തുകൊണ്ട് ജെറിക്കോ പട്ടണത്തെ നശിപ്പിച്ചപ്പോ അവിടുന്ന് എടുത്തു കൊണ്ടുവന്നു, സൂക്ഷിച്ചു, കുഴിച്ചിട്ടു. പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ട് ആയിപ്പട്ടണത്തിലേക്ക് പോയി. ആയിപ്പട്ടണത്തിൽ പോയി യുദ്ധം ചെയ്തപ്പോഴേക്കും ആയിപ്പട്ടണത്തിൽ വെച്ച് തോറ്റ് തുന്നം പാടി, അല്ലേ? അപ്പം വിശുദ്ധമായത്, അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു ശുദ്ധാത്മാവാണ്. മനുഷ്യാത്മാവ് പിശാചിന്റെ ആത്മാവിനെ കണക്ട് ചെയ്തിട്ടല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിക്കണത്. അപ്പൊ നമ്മളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ദുഷ്ടാത്മാവ് നമ്മളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവത്തില് ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ആയുർവേദ ഡോക്ടർ, ആ പുള്ളി ഭയങ്കര പ്രസിദ്ധനാണ്. അപ്പോ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ എന്നോടത് പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയിലും പിന്നെ ഈശോയൊക്കെ ഇങ്ങനെ നിന്ദിച്ച് സംസാരിക്കുന്ന ഒരു രീതി. അപ്പോ ഞാൻ എന്നിട്ട് പുള്ളീനെ അന്നേരം നിഷേധിച്ചു, പുള്ളി പറഞ്ഞൊക്കെ നിഷേധിച്ചായിരുന്നു. എങ്കിലും മരുന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് ഒരു 2000-ത്തിനടുത്ത് മരുന്ന് 2000 രൂപയുടെ അടുത്തായി മരുന്ന്. ആയുർവേദം കൊണ്ട് നല്ല വിലയുണ്ട്. പക്ഷെ അത് അതിൽ കൂടുതൽ മരുന്ന് എഴുതിയെങ്കിലും ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് പക്ഷെ ഞാനത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്കത് കഴിക്കാൻ തോന്നിയില്ല. ഞാനപ്പോ കർത്താവിനോട് പറഞ്ഞ, ദൈവമേ, ഈ ദൈവനിഷേധകന്റെ മരുന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞാല് അത് ശരിയാവോ എന്നോർത്തിട്ട് ഇത്രയും കാശ് പോയാലും കുഴപ്പമില്ല, ഞാനിത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വാങ്ങിക്കാതിരുന്നാ മതിയായിരുന്നു. പക്ഷെ അന്നേരം എന്റെ ബുദ്ധി ഉദിച്ചില്ല, അന്നേരം എന്റെ കാശ് പോയി. അതെനിക്കൊരു പണിഷ്മെന്റ് ആയിട്ട് ഞാൻ കൂട്ടി. കാരണം ഞാൻ അവിടെ ചെല്ലാൻ പാടുള്ളതായിരുന്നില്ല. പക്ഷെ പോയത് കൊണ്ട് ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായി. ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു വൈദ്യൻ ഇത്രയും ദൈവനിഷേധകനാണെന്ന് മനസ്സിലാക്കാൻ ദൈവം അവസരം തന്നു. അപ്പോ പുള്ളിയുടെ ആ സംസാരത്തില് ഞാൻ അത് നിഷേധിച്ചു തന്നെയാണ് പോകുന്നത്.
എങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും എനിക്കത് ഞാനത് കഴിച്ചാൽ എനിക്കതിന് ശരീരത്തിൽ ഫലിക്കില്ല, അത് ഉപയോഗപ്പെടുകയുമില്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ഞാൻ ആ മരുന്ന് കൊണ്ടുവന്ന് കളഞ്ഞു. കാശ് പോയാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് നീതി നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ദൈവത്തിന് നിഷേധിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും, എന്റെ ചിന്ത അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല, അത് കളഞ്ഞു. അപ്പോ അതാണ് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു നന്മയുണ്ട്. അപ്പോ അതിന്റെ മുമ്പില് ഈ ലോകത്തിന്റെ ഒരുപാട് വസ്തുക്കളും അധികാരങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെക്കും. എന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളത്. അതുകൊണ്ടാണ് വിശ്വവചനത്തിൽ പറയുന്നത്, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, എന്ത് ചെയ്യണ പറയണത്? ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കും. ഇഷ്ടമുള്ളത്, യുവർ ചോയ്സ് എന്നാണ് പറയണത്. നിന്റെ ഇഷ്ടമാണ് ഏതെടുക്കണോന്നുള്ളത്, നിന്റെ ഇഷ്ടം. അപ്പോ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മെ പൂർണ്ണമായും ദൈവം വിട്ടു തന്നിരിക്കുന്നത് നമ്മൾ നശിക്കാനാണോ രക്ഷപ്പെടാനാണോ? രക്ഷപ്പെടാൻ വേണ്ടി. രക്ഷപ്പെടണം, കാര്യം മനസ്സിലാക്കണം അല്ലെ? ഏദൻ തോട്ടത്തിൽ ഇതാണ് സംഭവിച്ചത്. കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ദൈവത്തെ പോലെ ആകാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പില് വലിയ ഒരു വ്യക്തിത്വമാണ് ഞങ്ങള് എന്ന്. പക്ഷെ ദൈവം വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ തന്നെ അവര് ഓടി ഒളിച്ചു എന്നാ പറയണത്. അവര് നഗ്നരായതുകൊണ്ട് അവര് ഓടി ഒളിച്ചു. നഗ്നനാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോഴാണ് അവര് പാപം ചെയ്തപ്പോ എന്ത് പറ്റി? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവരുടെ നഗ്നത, അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്ത അവരുടെ ആത്മാവ് അനാവൃതമാകണേ. ആരുടെ മുമ്പില്? ദൈവത്തിന്റെ മുമ്പിൽ. വികൃതമാകണേണ്. നഗ്നത എന്ന് പറഞ്ഞാല് ഭംഗിയുള്ളതാണോ? മോശമായ കാര്യമാണ് അല്ലേ? വളരെ മോശമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ലേഡി ബസ്സിൽ റീൽ എടുത്തിട്ട് മോശമായ ഒരു വാർത്ത പ്രചരിപ്പിച്ച ആ മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു യുവാവ്, ആ മനുഷ്യൻ പോയി ആത്മഹത്യ ചെയ്തു, മാനസികമായി ഡിപ്രഷൻ വന്നിട്ട്. അപ്പൊ ആ സ്ത്രീ ഇപ്പൊ ജയിലിലാണ്. അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അല്ലെ? റീൽസ് എടുത്ത് ഒരു സമൂഹത്തില് മോശമായ വൈറലായ ഒരു കാര്യത്തിലേക്ക് സ്വയം, ഇന്നിപ്പോ അതിപ്പോ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം റീൽസ് എടുക്കുക എന്നുള്ളത് അല്ലെ. പക്ഷെ നല്ല മോശമായ കാര്യങ്ങൾ സംഭവിച്ചപ്പോ റീൽസ് എടുത്ത് ഇട്ട് നിയമ വഴിയിൽ കൂടി പോയി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചതുകൊണ്ട് ഇതിപ്പോ നേരെ തിരിച്ചുമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മളുടേതായ സ്വാതന്ത്ര്യത്തിലും മരണം വരെ ദൈവം നമ്മളെ കൈകടത്തില്ല. അത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം, പക്ഷെ നമുക്ക് ബുദ്ധിയും വിവേകവും തരണത് എന്തിനാ? നമ്മള് അത് ബോധപൂർവം മനസ്സിലാക്കാനും ചിന്തിച്ചത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ എന്ത് പറ്റും? നമ്മള് തെറ്റിൽ നിന്നും സ്വയം ബോധപൂർവം മാറി നിൽക്കുന്നെങ്കിൽ എന്ത് പറ്റും? ദൈവം നമ്മളോട് നീതി പുലർത്തും. പിന്നെന്ത് പറ്റും? ദാനിയേലിൻ, അതായത് ഇപ്പൊ എന്നെ ഒരു വ്യക്തി അടിമയാക്കി, ഒരു വ്യക്തി അതിക്രൂരനായ ഒരു മനുഷ്യൻ അടിമയാക്കി നിർത്തിയേക്കണേ. എന്നിട്ട് അയാൾ ഒരാളെ ഏൽപ്പിച്ചേക്കണേന്, ഇവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം, ഇത് ചെയ്യിപ്പിക്കണം, കുറെ ജോലികളും കുറെ ദുഷ്ടപ്രവൃത്തികളൊക്കെ ആ വ്യക്തി ഏൽപ്പിക്കുകയാണ്. പക്ഷെ രാജാവ് അങ്ങോട്ട് പോകും. പിന്നെ ആരുടെ സ്വാതന്ത്ര്യമാണ്? ഏൽപ്പിച്ച ആളുടെ സ്വാതന്ത്ര്യമാണ് അല്ലെ. അയാൾക്ക് എന്ത് വേണമെങ്കിലും ആവാം അല്ലേ? അതെ. ഇല്ല, അയാളിപ്പോ രാജാവ് കൽപ്പിച്ചു, അതുകൊണ്ട് അയാളുടെ ക്രൂരതയും അയാളുടെ ദുഷ്ടതയും ഒക്കെ ഒന്നും കൂടി ചേർത്ത് വെച്ച് എന്നോട് പ്രവർത്തിക്കാം. അപ്പോ എന്ത് പറ്റും? കൂടുതൽ സഹിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ എന്താണ്? ദാനിയേലിന് ഒരു വിശുദ്ധമായ ഹൃദയം ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ദൈവം എന്ത് ചെയ്തു? ദാനിയേലിനെ ഏൽപ്പിച്ച വ്യക്തിക്ക് ഈ വ്യക്തികളോട് അനുകമ്പ തോന്നി. അതായത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ
ദൈവമേ നീ അനുവദിക്കണം, നീ അനുവദിക്കാതെ എനിക്കൊന്നും കിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ വ്യക്തതയോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരും സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആരോടും പരാതി പറയേണ്ട കാര്യമില്ല. കാരണം അത് ദൈവം അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ദാനിയേലിന് ദൈവം അനുവദിച്ചു, അല്ലെങ്കിൽ ആ ഒരു കാര്യം, അതായത് രാജാവ് നല്ലത് ചെയ്തപ്പോ അതിനെ എതിർത്തു അല്ലെങ്കിൽ അതിനെ അവഗണിച്ചു. രാജകൽപ്പന അവഗണിക്കുക അല്ലെങ്കിൽ എതിർക്കുക, പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവനില്ല, മരണമാണ് അടുത്ത സ്റ്റെപ്പ്. ആ സെക്കൻഡ് കൊണ്ട് മരിക്കും. പക്ഷെ അവിടെ ഒരു ദൈവത്തിന്റെ ഇടപെടല്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളാണ് ദാനിയേലിന് എന്തുപറ്റി? ആ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ ശക്തിയും മഹത്വവും പ്രകടമാക്കുവാൻ ദാനിയേൽ എന്ന യുവാവിൽ കൂടിയും മറ്റ് യുവാവിൽ കൂടിയൊക്കെ ദൈവം ഇടപെട്ടു. ദൈവത്തിന്റെ മഹത്വം നമുക്കറിയാലേ. മൂന്ന് ഇതുപോലെ നമുക്ക് നേസർ രാജാവ് രാജകൽപ്പന പുറപ്പെടുവിക്കുമ്പോ ബിംബം ഉണ്ടാക്കുമ്പോ ആ ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് കാഹളം ഓതുമ്പോ എല്ലാവരും കുമ്പിട്ട് ആരാധിക്കണമെന്ന് പറയും. പക്ഷെ 3 പേര് മാത്രം ഒഴിച്ചു ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കുമ്പിട്ട് ആരാധിക്കുന്നത്. അപ്പൊ ഈ 3 പേര് എഴുന്നേറ്റ് നിൽക്കുന്നത് ശരിക്കും കാണാം, അല്ല? എല്ലാവർക്കും അറിയാലോ വചനം. അപ്പോ എന്ത് സംഭവിക്കുന്നു? തീക്കനൽ കൂട്ടി ഒന്നുകൂടി ആളിക്കത്താനുള്ള സാമഗ്രികളൊക്കെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഇവരെ പച്ചയോടെ തീയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ ഞാൻ ഓർക്കണേ, ഈ ഈ ആളിക്കത്തുന്ന തീയുടെ നടുവില് 3 പേരല്ല 4 പേരാണ് നിൽക്കുന്നത് എന്ന് എങ്ങനെ രാജാവ് കണ്ടു എന്ന് ഞാൻ ഓർക്കണം. നമുക്കറിയാലോ, ആളിക്കത്തനാണ്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു തീ പിടിച്ചു, തീ പിടിക്കുമ്പോ അതിന്റെ ഉള്ളിൽ എത്ര പേരുണ്ട്, ആരൊക്കെ ഉണ്ടെന്ന് ഒരു പിടിയുണ്ടാവില്ല. അതുപോലെ തീച്ചൂള എന്ന് പറഞ്ഞാല് അതിഭയാനകമായ അവസ്ഥയിൽ വീണ്ടും അത് ശക്തമായി കത്താൻ വേണ്ടി എങ്ങനെ അതിന്റെ ശക്തി കൂട്ടി എന്നിട്ടാണ് ഇവരെ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടത്. പക്ഷെ അവിടെ കാണുമ്പോ 3 പേരല്ലേ നമ്മൾ അതിലേക്ക് ഇട്ടത്, പിന്നെ അതിൽ 4 പേര്. അപ്പൊ ഞാൻ വെച്ചു കണ്ണുകള് തുറക്കപ്പെടുകയാണ്, അല്ലെ? ആരുടെ അതുകൊണ്ടാണ്? ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ജീവിത വിശുദ്ധി കൊണ്ട് ശത്രുക്കളുടെ കണ്ണുകൾ പോലും തുറക്കപ്പെടും, അല്ലെ? മനസ്സിലാകുന്നുണ്ടോ? അതെ, മനസ്സിലായി. അതായത് നമ്മളെ പ്രാർത്ഥിക്കുമ്പോ നമ്മളെ ശത്രുവായി കാണുന്നവന്റെ കണ്ണുകൾ പോലും തുറക്കപ്പെടും. അപ്പോ ഈ ഇസ്രായേൽ ജനങ്ങളില് രാജാവിന്റെ എന്താണ്, കഴിഞ്ഞ ദിവസം ലത്തീൻ കുർബാനയിൽ വായിച്ചൊരു വചനഭാഗം മറന്നുപോയി. പക്ഷെ അതില് പറയുന്നൊരു കാര്യം, ഇസ്രായേൽ ജനങ്ങളെ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. പക്ഷെ ഫരിസേയര് പേടിക്കുന്നുണ്ട്. ഫരിസേയര് ഇസ്രായേൽ ജനങ്ങളെ യുദ്ധത്തിന് വെല്ലുവിളിച്ച്, പക്ഷെ ഫരിസേയര് തന്നെ പറയുന്നുണ്ട് അവര് ശക്തന്മാരാണ്, അവര് ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയുള്ള മനുഷ്യരാണ്, അവരെ തോൽപ്പിക്കുക ഭയങ്കര പ്രയാസമാണ്. ഇവര് തമ്മിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് പറ്റുന്നു? ഇസ്രായേൽ ജനങ്ങൾ തോക്കുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ തോക്കുന്നതിന്റെ കാരണം ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്നേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെയാണ് തോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തോക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ വിശ്വാസത്തിലായിരിക്കുമ്പോ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് തോക്കുന്നുണ്ടെങ്കിൽ എന്താണ്? എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട്, അല്ലെ? ദാവീദിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു, അല്ലെ? ദാവീദ് ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു ഹൃദയവുമായിട്ടാണ് ജീവിച്ചത്. പക്ഷെ ദാവീദ് രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, അത് സ്വന്തം മകന്റെ ഭീഷണി മൂലം. അപ്പോ അതാ നമുക്ക് നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടും, നമ്മുടെ ജീവിതം നഷ്ടപ്പെടും, നമ്മുടെ അനുഗ്രഹം നഷ്ടപ്പെടും, നമ്മുടെ ദൈവ കൃപ നഷ്ടപ്പെടും, അല്ലെ? സോളമന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ടാണ് ജ്ഞാനം കൊടുത്തത്, പക്ഷെ നഷ്ടപ്പെട്ടത് ആരറിഞ്ഞില്ല? സോളമൻ അറിഞ്ഞില്ല. അപ്പോ എല്ലാ വിശുദ്ധ ഗ്രന്ഥത്തില് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ നമുക്കിപ്പോ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആണെങ്കിലും അത് നിലനിർത്തുക അതിനേക്കാൾ കഷ്ടപ്പാടാണ്, അല്ലേ? ആണോ? അതെ, അതെ. അതായത് നമ്മൾക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നല്ല കഷ്ടപ്പാടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഒരു 4 ഇരട്ടി കഷ്ടപ്പാടാണ് അത് നിലനിൽക്കുക എന്നുള്ളത്. ഒരു വിശുദ്ധിയുള്ള ജീവിതവും വിശ്വാസമുള്ള ജീവിതവും
ദൈവാരാധനയും ദൈവസ്നേഹവും ഉള്ള ഒരു ജീവിതമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളില് എല്ലാ തരത്തിലും ഇപ്പൊ നമുക്ക് ഒരു ധ്യാനം കൂടി നല്ലൊരു അഭിഷേകം എന്ന് പറഞ്ഞാൽ വാതോരാതെ പറയാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു 4-5 അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ഈ വാതോരാതെ പറഞ്ഞ വാക്കുകളൊന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവില്ല. അതിന്റെ ആ ഒരു ആദ്യത്തെ ശക്തി ചോർന്ന് പിന്നെ വളരെ ചിലപ്പോ പ്രാർത്ഥന പോലും ചെല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോ ധ്യാനങ്ങൾ നമ്മൾ എത്ര കൂടിയാലും ഏതെല്ലാം ഇത് കൂടിയാലും ഇപ്പൊ നമുക്കറിയാലോ, പരിശുദ്ധ കുർബാന നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് ഒരു പരിശുദ്ധ കുർബാനയെങ്കിലും മുഴുവനായിട്ടും ആദ്യം തുടങ്ങി അവസാനം വരെ ഒരേ ചിന്തയോടുകൂടെ നിൽക്കാൻ സാധിക്കണേ എന്ന്. കാരണം പറ്റാറില്ല. കാരണം എന്താ, നമ്മൾ അത്രയും ബലഹീനരാ. അപ്പോ ഈ നിലനിൽപ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ്. അത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായും നമുക്ക് വേണം. മാത്രമല്ല ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നമ്മൾ അത്രമാത്രം ഒരു സഹായം, ദൈവം തന്നെ നമ്മളെ സഹായിക്കണം, ദൈവം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടണം, ദൈവം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പൊ ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം തന്നെ ഇടയാക്കണം. അപ്പോ എല്ലാം അനുഗ്രഹങ്ങളും തരാനായിട്ട് ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ചിന്തയും ആ ബോധ്യവും നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് സഹായങ്ങളും ദൈവകൃപകളും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ഭാവേന മനുഷ്യര് ജീവിക്കുന്നുണ്ട്. അപ്പോ അത് ഒത്തിരി അനുഗ്രഹങ്ങള്, ഒത്തിരി കഴിവുകള് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളിൽ തന്നെ ഈ പിള്ളേരുടെ ഉള്ളില് സ്വന്തമായിട്ട് അധ്വാനിച്ച് എല്ലാം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ്. പക്ഷെ അതിനുള്ള ആരോഗ്യം, അതിനുള്ള ആത്മാവിന്റെ ശക്തി, ധൈര്യം, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അതറിയുന്നവർക്കാണ് അത് നിലനിൽക്കുക. മൈക്കിൾ ജാക്സനൊക്കെ എന്തു വലിയ പാട്ടുകാരനായിരുന്നു അല്ലെ? പക്ഷെ എന്തു പറ്റി, കാലം എത്തുന്നതിന് മുമ്പേ തന്നെ ഈ ലോകം വിടേണ്ടി വന്നു. എല്ലാവർക്കും തരുന്ന ദാനമായ ഈ ജീവിതത്തില് ദൈവം ദാനമായി തരുന്ന അനുഗ്രഹത്തെ അത് ബോധപൂർവ്വം സ്വീകരിക്കുമ്പോൾ മാത്രമേ അതിനുള്ള നിലനിൽപ്പുള്ളൂ. അപ്പൊ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ഇടയാക്കിയത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോ നിമിഷവും ഉണ്ടാകട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ